السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. ബഹുമാനികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, മങ്കൂസ് മൗലിദ് വിശദീകരണം ഭാഗം 11. അന്ത മുൻജീനാ ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. മങ്കൂസ് മൗലിദിലെ ആദ്യ ബൈത്തിലെ 3-ാമത്തെ വരിയാണ് ഇത്. അല്ലയോ നബിയെ, അങ്ങ് ഖിയാമത്ത് നാളിൽ ആഖിറത്തിലെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും തങ്ങളുടെ ശഫാഅത്ത് കാരണമായി ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നവരാണ്. തങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ആരുമില്ല നബിയേ. ഇതാണ് ഈ ബൈത്തിന്റെ സാരം. ശഫാഅത്ത് നമുക്കെല്ലാം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത്, മറ്റൊരാൾക്ക് നന്മയെ തേടുക, ആവശ്യപ്പെടുക എന്നൊക്കെയാണ് ശഫാഅത്തിൻ്റെ ഉദ്ദേശം. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും തിരു സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത്. മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രധാനമായി 5 ശഫാഅത്തുകൾ ഉണ്ട്. 5 സ്ഥലങ്ങളിൽ 5 വിഭാഗം ആളുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ശഫാഅത്ത് ചെയ്യും. അതിൽ പ്രധാനപ്പെട്ടത് ശഫാഅത്തുൽ ഉളുമ. മഹ്ശറിൽ കഠിനമായ പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ട് എല്ലാ ആളുകളും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടു കിട്ടിയെങ്കിൽ, നരകത്തിലേക്കായാലും ഇവിടെ നിന്ന് ഒന്ന് സലാമത്തായെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ആ സമയം ജനങ്ങൾക്കിടയിൽ വിചാരണ ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ശഫാഅത്താണ് ശഫാഅത്തുൽ ഉളുമ. മഖാമും മഹ്മൂദ് വബഅസ്ഹു മഖാമം മഹ്മൂദനില്ലദീ വഅത്തഹ് എന്ന് നമ്മൾ ദുആ ചെയ്യുന്ന ആ മഖാമും മഹ്മൂദ് എന്നും ഈ ശഫാഅത്തുൽ ഉളുമക്ക് പേരുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ശഫാഅത്താണ്. രണ്ടാമത്, വിചാരണയില്ലാതെ ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ശഫാഅത്താണ്. അവർ ഖബറുകളിൽ നിന്നും നേരെ സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി റസൂലുള്ളാഹി ചെയ്യുന്ന ശഫാഅത്താണ്. അതും റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മൂന്നാമത്തേതാണ് റസൂലുള്ളാഹി തങ്ങൾ നരകത്തിന് അർഹരായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ശഫാഅത്ത്. അവർ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്ന ശഫാഅത്ത്. അതും അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രം പ്രത്യേകമായ ശഫാഅത്താണ്. നാലാമതായി, നരകത്തിൽ പ്രവേശിച്ച ആളുകൾ ആ നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു കിട്ടാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുന്ന ശഫാഅത്ത്. അത് അള്ളാഹുവിൻ്റെ റസൂലിന് മാത്രമല്ല, മറ്റുള്ള അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കുമെല്ലാം ഉള്ള അവകാശപ്പെട്ട ശഫാഅത്താണ്. അഞ്ചാമത്തേത്, സ്വർഗത്തിൽ തന്നെ കടന്നയാളുകൾ അവരുടെ പദവി ഉയർന്നു കിട്ടാൻ വേണ്ടി, അവർക്ക് അതിനേക്കാൾ വലിയ പദവി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ശഫാഅത്ത്. ഇത് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ലഭിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി റഹിമഹുല്ലാഹ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു ചില മഹാന്മാർ വേറെയും ചില ശഫാഅത്തുകൾ പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ വഫാത്തായി പോയ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായിട്ട് ശഫാഅത്ത് ചെയ്യും. തൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ ശിക്ഷ ലഘൂകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ശഫാഅത്ത് ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് വേണ്ടി അവിടുന്ന് ശഫാഅത്ത് ചെയ്യും. നമ്മളൊക്കെ എല്ലാ ദിവസവും ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ്. വിശിഷ്യ നാളെ വെള്ളിയാഴ്ച സെപ്റ്റംബർ 5 റബീഉൽ അവ്വൽ 12 സുബഹിക്ക് അടുത്ത സമയം റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തേക്ക് പിറവിയെടുക്കാൻ അല്ലാഹു തആല നിശ്ചയിച്ച ആ സമയം അത് വല്ലാത്തൊരു സമയമാണ്. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. എല്ലാവരും സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ മൗലിദ് അല്പം പാരായണം ചെയ്ത് അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് വലിയ മഹത്വമുള്ള പ്രതിഫലാർഹമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവർക്ക് പ്രത്യേകമായിട്ട് അവിടുന്ന് ശഫാഅത്ത് ചെയ്യുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ അവരുടെ നന്മകളും തിന്മകളും സമാസമം ആണ്. അവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ കടക്കും. മറ്റൊന്ന്, റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് മറ്റുള്ള സമുദായങ്ങളെക്കാളൊക്കെ മുമ്പ് റസൂലുള്ളാഹി തങ്ങളെ ഉമ്മത്താകുന്ന നമ്മൾ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്യും. ഇങ്ങനെ ഒരുപാട് ശഫാഅത്തുകൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവിടുന്ന് ആ ശഫാഅത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് നാം ഈ വരിയിലൂടെ പറയുന്നത്. ഇവിടെ മിൻ ശഫാഅതിക സ്വഫാ, തങ്ങളുമായി പ്രത്യേകമായി തങ്ങൾക്ക് അവകാശപ്പെട്ടതാ ശഫാഅത്തുൽ ഉളുമ. ആ ശഫാഅത്തുൽ ഉളുമ കൊണ്ട് തങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തും, ഞങ്ങളെ സലാമത്താക്കും എന്നാണ്. അൻത മുൻജീന ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലൂക. നബിയെ, തങ്ങളെപ്പോലെ ഞങ്ങൾക്കാരാണുള്ളത്? ആരും തന്നെ ഇല്ല ഹബീബേ എന്ന് നമ്മൾ പറയുന്നു. അതെ, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണുള്ളത്. അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. എല്ലാവരും അവിടുത്തെ കൂടുതൽ മഹബത്ത് വെക്കുകയും സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.